അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സച്ചരിതരായ സദ്വൃത്തരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅക്കായി ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ ഓരോ ആഴ്ചയിലും ചാർജ് ചെയ്ത് പോകും. ഒരാഴ്ച കഴിയുമ്പോൾ ചാർജ് കുറയും. പിന്നെയും അക്കാര്യം വിശ്വാസികളെ വിളിച്ചു കൂട്ടി അടുത്ത വെള്ളിയാഴ്ച പിന്നെയും പറയും. ഈ തഖ്വ കൊണ്ടുള്ള വസിയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കണം, പിൻപറ്റണം, സൂക്ഷിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങളോടും എന്നോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അഥവാ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിച്ചവരാണ്. അല്ലാഹു തആല എല്ലാ തെറ്റുകളും പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈ ജുമുഅക്കായി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വളരെ നേരത്തെ നമ്മോട് യാത്ര പറഞ്ഞ ബർസഖി ജീവിതം വരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഓർക്കുമ്പോൾ പലരുടെയും മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ട പലരും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി കുറേ ആളുകൾ നിരന്തരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു സമത്വത്തിന് വേണ്ടി നിരന്തരമായി എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചർച്ചകളും ഒക്കെ നമ്മൾ കേൾക്കാറും കാണാറും ഒക്കെയുണ്ട്. എന്നാൽ വേറെ ഒരു വശത്ത് പുരോഹിതന്മാർ ചില തടവറകൾ സ്ത്രീകൾക്കായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനപ്പുറം അവർ കടക്കേണ്ടതില്ല, അതിനപ്പുറം അവർ വരേണ്ടതില്ല, അതിനപ്പുറം അവർ ചിന്തിക്കേണ്ടതില്ല എന്നുള്ള ധാർഷ്ട്യം പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീയെ ഇസ്ലാം നോക്കിക്കാണുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യയാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലൈൽ, അല്ലൈൽ എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. അവിടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. വിശ്വാസികളായ ധർമ്മനിഷ്ഠയുള്ള ആളുകളുടെ പ്രവർത്തനം ഒന്ന്, എന്നാൽ അവിശ്വാസികളുടെ നിഷേധികളുടെ കർമ്മങ്ങൾ മറ്റൊന്നാണ് എന്നിങ്ങനെ വ്യക്തമായി പറയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ ചില കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തത്. അതിലൊന്ന് വല്ലൈൽ ഇദാ യഗ്ശ, ഇരുട്ട് മൂടിയ രാത്രിയാണ്. രാത്രിയെ പറഞ്ഞ തൊട്ടുടനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വന്നഹാരി ഇദാ തജല്ല, നല്ല പകലുള്ള വെളിച്ചമാണ്. എന്താ കാരണം? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ. ഏതുപോലെ? രാത്രിയും പകലും പോലെ. രാത്രിയും പകലും ഒന്നല്ല. രാത്രിക്കാണോ മഹത്വം കൂടുതൽ, അതല്ല പകലിനാണോ പുണ്യം കൂടുതൽ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും അബദ്ധജടിലമാണ്. ആ ചോദ്യം പോലും ശരിയല്ല. പിന്നെ അല്ലാഹു തആല പറയുന്നു വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണ് സത്യം. രാവും പകലും എത്രമേൽ വ്യത്യസ്തമായിരിക്കുന്നുവോ, രാവ് പകലിൽ നിന്നും പകല് രാവിൽ നിന്നും എത്രമേൽ വ്യത്യാസമുണ്ടോ, അതുപോലെ വ്യത്യാസം ആണും പെണ്ണുമുണ്ട് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ പകലിന് എന്തോ പ്രത്യേക മഹത്വമുണ്ട്, രാത്രി പോരാ.
അല്ലെങ്കിൽ രാത്രിക്കാണ് മഹത്വം കൂടുതൽ എന്ന് ആരും ധരിക്കാറില്ല, എന്നാരും മനസ്സിലാക്കാറില്ല. എന്നതുപോലെ പുരുഷന്മാർക്ക് എന്തോ പ്രത്യേകതയുണ്ട്, സ്ത്രീക്ക് അത്ര മഹത്വമൊന്നുമില്ല എന്നാരും ധരിച്ചു വശാകേണ്ടതില്ല. അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് എന്തോ പ്രത്യേക മഹത്വമുള്ളത് എന്നും വിചാരിക്കേണ്ടതില്ല. സ്ത്രീ ഒന്ന് വേറെയാണ്, പുരുഷനൊന്നു വേറെയാണ്. എന്നാൽ ഈ ഒരു പ്രകൃതിപരമായ പ്രതിഭാസം, ഇതാണ് പ്രപഞ്ച യാഥാർത്ഥ്യം. ആണും പെണ്ണും ഒരുപോലെയല്ല, ഒരിക്കലും ഒരുപോലെയല്ല. ഒരുപാട് സയന്റിഫിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട് ആണും പെണ്ണും തമ്മിൽ. ഈ ആണും പെണ്ണിനും വേണ്ടിയുള്ള സമത്വത്തിന് വേണ്ടിയുള്ള വാദമുണ്ടല്ലോ, അത് വലിയ അബദ്ധമാണ്. ഒരിക്കലും സമത്വം പ്രായോഗികമല്ല, മറിച്ച് നീതിയാണ് വേണ്ടത്. നീതിയാണ് വേണ്ടത്. സമത്വം നടക്കുന്ന കാര്യമല്ല. പകലിനെ പിടിച്ച് രാത്രിയാക്കാൻ നോക്കുന്നത് പോലെ, രാത്രിയെ പകലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ആണിനെ പെണ്ണും പെണ്ണിനെ ആണുമാക്കാൻ നോക്കല്. ഇതാണ് ലിബറലിസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെങ്കിൽ അപ്പുറത്ത് പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യം വളരെ അപകടകരമായ ഫത്വകളാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അനുവദിച്ച പല കാര്യങ്ങളും അവർ ബോധപൂർവം വിലക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ ദാസികളെ, വിശ്വാസിനികളായ പെണ്ണുങ്ങളെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന്, മസാജിദ് പ്ലൂരലാണ്, ബഹുവചനമാണ്, ഒരു പള്ളിയല്ല, ഒരു പള്ളിയിൽ നിന്നും തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ ദാസികളെ, വിശ്വാസിനികളായ പെണ്ണുങ്ങളെ പള്ളികളിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൻ്റെ അർത്ഥം പെണ്ണിന് പുരുഷന്മാരെ പോലെ പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്നല്ല. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വീട് തന്നെയാണ്, ഒരു സംശയം അതിലില്ല. ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഫിഖിഹിന്റെ കിതാബുകൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീ വീട്ടിൽ നിസ്കരിക്കലാണ് നല്ലത്. ബുയൂത്തുഹുന്ന പ്രയോഗം ഇങ്ങനെയാണ് ഹദീസിൽ, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം. ശ്രദ്ധിക്കണേ, അവരുടെ വീട്, അയൽവാസികളുടെ വീടല്ല, ബന്ധുക്കളുടെ വീടല്ല. സ്ത്രീക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ മാത്രമല്ല, നിസ്കരിക്കാൻ എന്ന് പറഞ്ഞില്ല, ബുയൂത്തുഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് നല്ലത്. അപ്പൊ പിന്നെ ജാറങ്ങളിൽ പോകുന്നതിന് ഈ ഹദീസ് ഓതണ്ടേ? എന്നിട്ട് അത് തടയണ്ടേ? ദിക്ർ ഹൽക്കക്കും മജ്ലിസുകൾക്കും പോകുന്നവർ ഈ ഹദീസ് ഓതിയിട്ട് റസൂലിന്റെ ഈ വാക്ക് പറഞ്ഞിട്ട് അതും തടയലല്ലേ ന്യായം? അതല്ലേ അതിന്റെ ശരി? എന്തേ നിങ്ങൾ ജാറങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മജ്ലിസുകളിലേക്ക് ഉറൂസുകളിലേക്ക് പോകുമ്പോൾ ഒരു തടസ്സവുമില്ല, കല്യാണങ്ങൾക്ക് പോകുമ്പോൾ തടസ്സമില്ല, പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം ആരാണ് ഒരു തടസ്സമുണ്ടാക്കിയത്? അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ ചില പുരോഹിതന്മാർ അവരെ തടയുകയാണ്, അവർക്ക് പള്ളി നിഷിദ്ധമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിട്ടില്ലാത്ത ഒരു കാര്യം ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഏത് പുരോഹിതൻ പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുക സാധ്യമല്ല. അത്രേ ഇപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാം. ഇതാണ് ഒരു വശമെങ്കിൽ ലിബറലിസം പെണ്ണുങ്ങളെ അങ്ങോട്ട് അവരുടെ എല്ലാ നാണവും മാനവും ഇല്ലാതാക്കിയിട്ട് സമൂഹത്തിലേക്ക് കെട്ടയച്ചു വിടുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിന് പുറത്തിറങ്ങാം, ആവശ്യങ്ങൾക്ക് ഇറങ്ങാം, അവൾക്ക് പ്രവർത്തിക്കാം, അവൾക്ക് പ്രസംഗിക്കാം, അവർക്ക് ക്ലാസ് എടുക്കാം, എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതൊക്കെ തോന്നിയതുപോലെ ആകാമെന്നാരും വിചാരിക്കേണ്ടതില്ല. കൃത്യമായ നിയന്ത്രണങ്ങൾ. കാരണം ആണും പെണ്ണും ഒരുപോലെയല്ല. അതാണ് കാരണം. നിങ്ങൾ നോക്ക്, ഫിസിക്കലി ബോഡി എന്ന് പരിശോധിച്ച് നോക്ക്. ബോഡി ഷേപ്പ് ആണും പെണ്ണും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല, വ്യത്യസ്തരാണ്. ഒരു പുരുഷന് വേണമെങ്കിൽ ഒരു തോർത്തുമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങാം, ആരും അങ്ങനെ വല്ലാതെ ഒന്നും ചീത്ത പറയില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് അത് സാധ്യമല്ല. കാരണം അവളുടെയും അവൻ്റെയും ശരീരഘടന വ്യത്യാസമുണ്ട്. അതന്നെയാണ് കാരണം. സ്കിന്ന് ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. സ്ത്രീയുടേതൊന്നു വേറെ, പുരുഷൻ്റേതൊന്നു വേറെ. സൗണ്ട് പോലും വ്യത്യാസമുണ്ട്, സൗണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരെ പോലെയല്ല. നമ്മുടെ ഈ തക്കാളിയില്ലേ, തക്കാളി അല്ലെങ്കിൽ വെണ്ടക്ക അല്ലെങ്കിൽ പച്ചക്കറി, സവാള സാധനങ്ങളൊക്കെ, അതൊക്കെ അങ്ങാടിയിൽ വേണമെങ്കിൽ പിന്നെ റോഡ് സൈഡിൽ വാങ്ങാൻ കിട്ടും.
റോഡ് സൈഡിൽ നിന്ന് വാങ്ങാം ഇതൊക്കെ. ആ കച്ചവടക്കാരന് ബാങ്ക് വിളിച്ചാൽ അതങ്ങനെ ജസ്റ്റ് റോഡ് സൈഡിലൊന്ന് മൂടിയിട്ട് അയാൾക്ക് പള്ളിയിൽ പോകാം. ആരും കട്ടുകൊണ്ടു പോകുന്നില്ല, അത്രേ അതിന് വിലയുള്ളൂ. എന്നാൽ അതൊരു സ്വർണമാണെങ്കിൽ, അത് വെള്ളിയാണെങ്കിൽ, അത് ഡയമണ്ട് ആണെങ്കിൽ അങ്ങനെ ഒന്നും അതിനെ കച്ചവടം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ക്വാളിറ്റി പരിഗണിച്ചുകൊണ്ട് ചില സൂക്ഷ്മതകൾ പുലർത്തേണ്ടതുണ്ട്, അതിന് ചില കവചങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ മഹത്വമുള്ളവരാണ്. നിങ്ങളെ കൊത്തിവലിക്കാനും നിങ്ങളെ റാഞ്ചാനും കാമഭ്രാന്തന്മാരായ പുരുഷന്മാർ ധാരാളമുണ്ട്, ഉണ്ടാകും സഹോദരങ്ങളെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ലേ അല്ലെ? നിരന്തരമായി വാർത്തകളിലും ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ഇതന്നെയാണ് ചർച്ച. ഞാൻ പറയുന്നു, അത്തരം കാമഭ്രാന്തന്മാരായ പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊത്തിവലിക്കാൻ, അവരുടെ പച്ചമാംസം കൊത്തിവലിക്കാൻ ഇടവരുത്തിയതാരാണ്? മനുഷ്യന്റെ മൃദുല വികാരമില്ലേ, അതിനെ ഇക്കിളിപ്പെടുത്തുന്ന കാഴ്ചകള്, സീരിയലുകള്, സിനിമകള്, പ്രദർശനങ്ങള്, ഇത് നിരന്തരമായി മനുഷ്യന്റെ മുന്നിൽ തുറന്നു വെച്ചിട്ട് അശ്ലീലതയുടെ ആഭാസത്തിന്റെ മുഴുവൻ കവാടങ്ങളും തുറന്നു വെച്ചിട്ട് കാന്തവും ഇരുമ്പുമില്ലേ, കാന്തവും ഇരുമ്പും അത് അടുത്തു വെക്കാൻ പാടില്ല. അതിങ്ങനെ അടുപ്പിച്ചു വെച്ചിട്ട് ഇനി നിങ്ങൾ മുട്ടരുത്, ഇനി നിങ്ങൾ തട്ടരുത് എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീയുടെ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങൾ മുഴുവനും പ്രദർശിപ്പിച്ചിട്ട്. സ്വാഭാവികമായും ആണും പെണ്ണും വ്യത്യാസമുണ്ട്. അത് മനുഷ്യന്മാരിൽ മാത്രമല്ല, മൃഗങ്ങളിലും അങ്ങനെയാണ്. ആരാ ചാടിപ്പിടിക്കുക? എല്ലാ ജീവിവർഗങ്ങളെയും ഒന്ന് ആലോചിച്ച് നോക്ക്. പുരുഷവർഗന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. അതല്ല സൃഷ്ടിച്ചതാണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ വലിയ അപകടമാണ്. അത്തരം ഒരു സാഹചര്യം കാണുമ്പോൾ പുരുഷന്റെ മൃദുലമായ വികാരങ്ങൾ ഒന്ന് ഇക്കിളിപ്പെടും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ. റസൂലിനെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രവാചകരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, കുൽ, താങ്കൾ പറയുക, താങ്കൾ പറഞ്ഞു കൊടുക്കുക നബിയേ, ലി അസ്വാജിക, താങ്കളുടെ ഇണകളോട്, ഭാര്യമാരോട്, താങ്കളുടെ പത്നിമാരോട് പറയുക. ഇത് കേൾക്കുന്ന, ഇത് വായിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ പത്നിമാരോട് പറയണം, നമ്മുടെ ഇണകളോട് പറയണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ ഭാര്യമാരോട് പറയണം. കുല്ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയുക നബിയെ. തീർന്നില്ല. വബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറയുക. ഭാര്യമാരോട് മാത്രമല്ല, പെൺകുട്ടികളുള്ളവരെ, ആ പെൺകുട്ടികളോട് പറയുക. തീർന്നില്ല. വനിസാഇൽ മുഅ്മിനീൻ, മറ്റു വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറയുക. ഇത് പറയാതെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ അത് റസൂലിന്റെ ഭാര്യമാർക്കല്ലേ, അല്ലെങ്കിൽ റസൂലിന്റെ പെൺമക്കൾക്കല്ലേ എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചേനെ. പിന്നീട് അല്ലാഹു തആല തൊട്ടുടനെ പറഞ്ഞത് വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ പെണ്ണുങ്ങളോടും പറയൂ നബിയെ. എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ മൂടുപടം ശരീരത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഖുർആന്റെ കൽപ്പനയാണ്. നമ്മുടെ സഹോദരിമാർ അങ്ങനെയാണ് നടക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പലർക്കും കാമഭ്രാന്തന്മാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തുകൂടാ. അപ്പൊ ചോദിക്കും, അത് പുരുഷന്മാരല്ലേ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടാകാം. അതൊക്കെ അവർ നോക്കണ്ടേ? ഇവിടെ നിയമങ്ങളൊക്കെ ഇല്ലേ? നമ്മുടെ വീടിന്റെ ഗേറ്റ് നമ്മളൊന്ന് അടച്ചിടണം. ആദ്യം ഡോറൊക്കെ നമ്മൾ പൂട്ടിയിടണം. ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ ആരും വരരുത്, കക്കരുത് എന്ന് പറഞ്ഞാൽ അത് എത്രമേൽ അബദ്ധജടിലമാണോ? എല്ലാ വാതിലുകളും തുറന്നു വെച്ചു കൊടുത്തു. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, മദ്യം അല്ലേ? മദ്യം ഇങ്ങനെ ഒഴുക്കുകയാണ്. മദ്യവർജനം ഒരു ഭാഗത്ത് ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പോഴും അതിന്റെ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഗവൺമെന്റുകൾ, സർക്കാരുകൾ സാധാരണക്കാരായ ജനങ്ങളോട് പറയുക, ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യം വർജിച്ചുകൊണ്ടിരിക്കുക. മദ്യത്തിന്റെ വർജനം. ഈ വർജനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കണ്ട മുക്കിലും മൂലകളിലുമൊക്കെ ബാറുകൾ തുറന്നു കൊടുക്കുക, യഥേഷ്ടം അത് ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് പറയാ ഞങ്ങൾ വർജിക്കുകയാണെന്ന്. എന്ന പോലെ
എല്ലാവിധ അശ്ലീലതയുടെ കവാടങ്ങളും തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഇളകരുത്, നിങ്ങളുടെ മൃദുല വികാരം ഇക്കിളിപ്പെടരുത് എന്ന് പറയുന്നത് പോലെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക, അവർ ശ്രദ്ധിക്കുക, പുരുഷന്മാര്. അങ്ങനെ ഒരു വാക്കുണ്ട് ഖുർആനിൽ. ഖുർആൻ സൂറത്ത് നൂറിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലിൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറയുക, പുരുഷന്മാരോട്, വിശ്വാസികളായ ആണുങ്ങളോട് പറയുക, യഗല്ലൂ മിൻ അബ്സാരിഹിം, അവർ കണ്ണുകൾ ഒന്ന് താഴ്ത്തിക്കൊള്ളട്ടെ. കണ്ണിനെ നിയന്ത്രിക്കുക. കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് അടച്ചു നടക്കലല്ല. അത് അങ്ങനെ നടക്കുമോ? കണ്ണ് അടച്ച ആർക്കെങ്കിലും നടക്കാൻ പറ്റുമോ? ഒരു നോട്ടം വേറെയുണ്ട്, പല വിധത്തിലുണ്ട് നോട്ടം. ഇപ്പൊ ചിരി പലതുണ്ടെന്ന് പറയാറുള്ളത് പോലെ നോട്ടം പലതുമുണ്ട്. ആ നോട്ടം വേണ്ട, അതൊന്ന് ശ്രദ്ധിച്ചേക്ക്. യഗല്ലൂ മിൻ അബ്സാരിഹിം, ആ ഒരൊറ്റ നോട്ടം മതി. ഒരു സിഹാം, ഒരു അമ്പ് ആ നിന്റെ ശരീരത്തിലേക്ക് ഒരു ശൈത്താനിയത്ത് കടന്നു വരാൻ ഒരു സെക്കൻഡ് നേരത്തെ നോട്ടം മതി. ഒരു പക്ഷെ ആ നോട്ടം സാധാരണ നോട്ടമല്ല. യഗല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേ വർത്തമാനം പരിശുദ്ധ ഖുർആൻ വിശ്വാസിനികളോടും പറഞ്ഞു. കുല്ലിൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറയും നബിയെ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരും ദൃഷ്ടിയെ നിയന്ത്രിക്കട്ടെ. അപ്പൊ അതൊക്കെ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പഴുതുകൾ മാക്സിമം അടച്ചു പൂട്ടണം. എന്നിട്ടാണ് തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിൽ കട്ടവന്റെ കൈവെട്ടണം അല്ലേ? അതല്ലേ നിയമം? നമ്മളെല്ലാവരും പഠിച്ചതാണ്, കട്ടവന്റെ കൈവെട്ടണം. എന്നാൽ ഖലീഫമാരുടെ കാലത്ത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരുപാട് കള്ളന്മാരെ, മോഷ്ടാക്കളെ ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ഒരാളുടെ പോലും കൈവെട്ടിയില്ല. എന്ത് ഇസ്ലാമാണിത്? കട്ടവന്റെ കൈ കെട്ടണം എന്ന് പറയുക. അള്ളാഹിന്റെ നിയമം 100% നടപ്പിലാക്കുന്ന ഖലീഫ ഉമറിനെ പോലെയുള്ള ഭരണാധികാരികൾ ഒരു മനുഷ്യന്റെയും കൈവെട്ടിയില്ല. കാരണം എന്താ? കേസ് അന്വേഷിക്കുമ്പോ, പഠനം നടത്തുമ്പോ ഈ കട്ടതിന് ചില പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു, ചില സാഹചര്യങ്ങളാണ് അവന് കളവിലേക്ക് നയിച്ചതെങ്കിൽ ഖലീഫ ചിന്തിക്കുക, ഞാനാണ് കുറ്റക്കാരൻ, ആദ്യം ആ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കണം, സാഹചര്യങ്ങൾ കൊട്ടിയടച്ചിട്ട് വേണം ഇനി തെറ്റിലേക്ക് പോയാൽ അവനെ ശിക്ഷിക്കാൻ. ഇത് എല്ലാ കവാടങ്ങളും തുറന്നു വെച്ചിട്ട് പിന്നെ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ ശിക്ഷിക്കണ്ടെന്നോ കോടതി നടപടി വേണ്ട എന്നൊന്നും ഞാൻ പറയല്ല. ഞാൻ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, സത്യവിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ നേരത്തെ പറഞ്ഞത്, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം, മുഖമക്കന, അവരുടെ ജലാബീബ് അത് താഴ്ത്തിയിട്ട് കൊള്ളണം. ഇതെന്തിനാണെന്നറിയോ? ദാലിക അദ്നാ അൻ യുഅറഫ്ന, ഒന്ന് അവരെ തിരിച്ചറിയാൻ നല്ലത് ഇതാണ് അല്ലേ? അവരുടെ എന്താ പറയുക, ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നല്ലത് അതാണ്. നല്ല വിശ്വാസിനിയായ ധർമ്മനിഷ്ഠയുള്ള ഒരു പെണ്ണാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അവരുടെ ആ വേഷവിധാനം. ഞാൻ വസിയത്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ സഹോദരിമാർ, അവരോട് ഈ കാര്യം പറയൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, മക്കളുടെ വിഷയത്തിൽ ഇത് കർശനമായി നടപ്പിലാക്കൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന് വളരെ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. തിരിച്ചറിയപ്പെടാൻ, അവരെ ഐഡന്റിറ്റി മനസ്സിലാകാൻ അങ്ങനെ ഒരു വേഷവിധാനം നല്ലതാണ്. തീർന്നില്ല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇതിന്റെ രണ്ടാമത്തെ ഗുണം എന്താ അറിയോ? ഫലാ യുദൈന, പീഡിപ്പിക്കപ്പെടാതിരിക്കാനും അല്ലേ? പീഡിപ്പിക്കപ്പെടാതിരിക്കാനും നല്ലത് ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല പർദ്ദ ധരിച്ച് ഇസ്ലാമിക വേഷവിധാനത്തിലുള്ള ഒരു പെണ്ണിനെ കൊള്ള പെട്ടെന്നൊന്നും ആരും അങ്ങോട്ട് ചെല്ലൂല, അതിന് ധൈര്യപ്പെടൂല. ഇത് ഇങ്ങനെ അവളുടെ ശരീരഭാഗങ്ങളൊക്കെ കാണുമ്പോഴാണ് അത്തരത്തിലുള്ള ചില തോന്നലുകൾ ഉണ്ടാകുക. അതുകൊണ്ട് വേഷവിധാനം നന്നാക്കണം. പിന്നെ ആണും പെണ്ണും ഒരുപോലത്തെ വസ്ത്രം ധരിക്കണം. അതാണ് ഇപ്പൊ ലിബറലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു ആൺകോയ്മയാണ് മുഅ്മിനീങ്ങളെ. സഹോദരിമാർ നന്നായി ചിന്തിച്ചോ, വിദ്യാർത്ഥിനികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചോ. അവിടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആൺകോയ്മയാണ്. കാരണം പെൺകുട്ടികൾ ആൺകുട്ടികളെ വസ്ത്രം ധരിക്കണമെന്നല്ലേ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കണമെങ്കിൽ ഓക്കെ, ഒരു സമത്വമുണ്ട്, അതൊക്കെ. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ MLA മാരും നമ്മുടെ MP മാരും നമ്മുടെ മന്ത്രിമാരും ഒക്കെ
നിയമസഭയിലും ലോക്സഭയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെല്ലട്ടെ, നല്ലതല്ലേ? അത് സമത്വം അത് നടക്കുന്ന കാര്യമാണോ സഹോദരങ്ങളെ? വെറുതെ പറയാ. അങ്ങനെയെങ്കിലും ഓക്കെ, നമ്മുടെ മന്ത്രിമാരൊക്കെ സാരിയൊക്കെ കൊടുത്ത് മറ്റേ നിയമസഭയിലൊക്കെ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? സമത്വത്തിന് വേണ്ടി. അപ്പൊ കൃത്യമായ ആൺകോയ്മയാണ്, പുരുഷ മേധാവിത്വമാണ് സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്ത്രീക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വേഷവിധാനം. പുരുഷനുമുണ്ട്. ശരീരത്തിന് ഭംഗി വസ്ത്രം ധരിക്കലാണോ വസ്ത്രം ധരിക്കാതിരിക്കലാണോ? നിങ്ങൾ നോക്ക്, പുരുഷന്മാർ എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. പാൻറ് ഇടുന്നു, ഷർട്ട് ഇടുന്നു, എന്നിട്ട് ഫുൾ കൈ. ഷർട്ട് പോലെ ഇടാൻ ശരിക്കും നിർബന്ധമൊന്നുമില്ല, മുട്ടിൽ പൊക്കിലിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി ഫർള് വീടാൻ. പക്ഷെ നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല, അത് വേറെ വിഷയം. ഇനി അതിൻ്റെ മേൽ ഷർട്ട് ഇടുന്നു, ഷർട്ട് ഇട്ടിട്ട് ഫുൾ കൈ ഇടുക, ഹാഫ് കൈ ഇട്ടാൽ മതി. കുറച്ചും കൂടെ എക്സിക്യൂട്ടീവ് ആകണമെങ്കിൽ ഫുൾ കൈ ഇടുന്നു. ഇനി ഫുൾ കൈ ഇട്ടിട്ട് തന്നെ ഈ സ്പേസേ ബാക്കി ഉണ്ടാവുള്ളൂ, അത് ടൈ കെട്ടി അതും ഫില്ല് ചെയ്യും പുരുഷന്മാർ. ഒരാൾക്കൊരു വിഷമമില്ല, ഒരു പരാതിയുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇനി ചില പ്രത്യേക പരിപാടികളൊക്കെ ആണെങ്കിൽ നല്ല തൊപ്പിയൊക്കെ വെച്ച് കിരീടമൊക്കെ വെച്ച് ഒന്നും കൂടി മൊഞ്ചാകും. സ്ത്രീയോ? സ്ത്രീ വസ്ത്രം അയക്കും തോറും അവളുടെ സൗന്ദര്യം കൂടും. ഇതാരാണ് പറഞ്ഞത്? ആരാണ് പെണ്ണുങ്ങളെ ഈ കോലത്തിലാക്കിയത്? സ്ത്രീകൾക്ക് എന്തേ വസ്ത്രം വേണ്ടേ? വസ്ത്രമാണ് മനുഷ്യന്റെ സൗന്ദര്യം. യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. മനുഷ്യരെ, നിങ്ങൾക്ക് നാം ഇതാ വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹ് ഇറക്കി തന്നതാണ് വസ്ത്രം, അല്ലേ? അതിന്റെ റോ മെറ്റീരിയൽ പടച്ചോനുണ്ടാക്കി തന്നതാ, നമ്മളാരുണ്ടാക്കിയതല്ല. അതിന്റെ റോ മെറ്റീരിയൽ ഒരൽപ്പം ബാക്കിലേക്ക് പോയാൽ എല്ലാ സാധനവും വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് ഇറക്കിയത്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും. എന്തിനാ? നഗ്നത മറക്കാനാണ്. ഇന്ന് സ്ത്രീ അവളുടെ മാറിടത്തിന്റെ അധിക ഭാഗവും പുറത്ത് കാണിച്ച ആർക്കും ഒരു വിഷമമില്ല. മുട്ടുകാലിന് മുകളിൽ പാൻറ് ധരിച്ച് കാലുമേ കയറ്റിവെച്ചാലും അത് അവളുടെ അന്തസ് വർദ്ധിക്കുകയാണത്രേ. ഈ കോലത്തിലേക്ക് പെണ്ണിനെ ഒരു കമ്പോള ചരക്കാക്കി മാറ്റിയതാരാണ്? കൃത്യമായ ബിസിനസ്സാണ്, കൃത്യമായ പുരുഷ മേധാവിത്വമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചേ പറ്റൂ. നമ്മളെ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ ഈ ഒരു സംസ്കാരം ഉണ്ടാവണം. നമ്മുടെ വീടുകളിൽ ഇസ്ലാം പറയുന്ന ഈ കൃത്യമായ മാന്യത ഉണ്ടാകണം. മാത്രമല്ല, പിന്നെ ഖുർആൻ പറഞ്ഞു, ഫലാ തഖ്ലഅന. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പത്നിമാരെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. സംസാരിക്കുമ്പോൾ എങ്ങനെ വല്ലാണ്ട് കൊഞ്ചി കൊഴഞ്ഞൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളോടാ പറഞ്ഞത്. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ പുരുഷന്മാരല്ലേ, നമുക്കറിയാമല്ലോ. ഒരു പെണ്ണിന്റെ സംസാരം വലിയ കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് തൂങ്ങും. ഈ ഇരിക്കുന്ന പുരുഷന്മാരോടൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. എന്താ കാരണം? ഇതൊക്കെ പുരുഷന്മാരാണ്. അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിലാണ് പ്രശ്നം. അവനക്ക് എന്തോ രോഗമുണ്ട്, അവൻ ഡോക്ടറെ കാണേണ്ടി വരും, അവനെന്തോ അസുഖമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണോ അങ്ങനെ ചിന്തിച്ച് പോകും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ കൊഞ്ചിയും കുഴഞ്ഞും ആടിയും വല്ലാതെ അങ്ങനെ ആനന്ദ നൃത്തമാടിയുള്ള സംസാരം സ്ത്രീകൾ ഒഴിവാക്കലാണ് സ്ത്രീകൾക്ക് നല്ലത്. ഇല്ലെങ്കിലോ കൽബിൽ ഒരു തരം രോഗമുള്ളവൻ, അവനക്ക് കൊതി തോന്നും, പൂതി തോന്നും. അവൾ തിരക്കടില്ലല്ലോ, ഒന്നുകൂടി മെസ്സേജ് അയച്ചു നോക്കാം, ഞാൻ കൊടുത്ത മെസ്സേജിന് റിപ്ലൈ ഇങ്ങനെയാണല്ലോ, ഒന്നുകൂടി ഇട്ട് നോക്കാം എന്ന് തോന്നും ഒരു പുരുഷൻ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. പുരുഷൻ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഒരു പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മതി, അവൻ ചിലപ്പോൾ അതിൽ വീണ് പോകും, അവളുടെ പിന്നാലെ പോകും. അതേ സ്പീഡിൽ അവൻ്റെ കാര്യം കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇടും. എന്നാൽ പെണ്ണങ്ങനെയല്ല. പെണ്ണ് പെട്ടെന്നൊന്നും വീഴൂല. ഒരു മിസ് കോളിലോ ഒരു മെസ്സേജിലോ ഒരു പെണ്ണ് വീഴൂല. പെണ്ണ് വീഴുന്നത് നിന്റെ മെസ്സേജ് കണ്ടിട്ടല്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല. അതിന് ഘടകങ്ങൾ പലതും വേറെയുണ്ട്. വളരെ സാവകാശം മാത്രമേ എൻ്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മുടെ മക്കളെങ്ങാനും വല്ല ട്രാപ്പിലും പെടുന്നുണ്ടെങ്കിൽ അതിന് മാസങ്ങളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടാകും. അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ വീടുകളിൽ കാണും.
അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, സൈക്കോളജിക്കലി അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പെൺകുട്ടികളുടെ കാര്യത്തിൽ അതിൻ്റെ ചില അസ്വസ്ഥതകൾ അവരിൽ കാണും. അങ്ങനെ പതുക്കെ 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 അവർ ആ കുഴിയിൽ വീണാൽ പിന്നെ പെട്ടെന്ന് റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞല്ലോ, സ്ത്രീകളെ കൊണ്ട് അങ്ങനെ ആകൂല. പിന്നെ അവൾ വിടൂല. എന്ത് വന്നാലും പിന്നെ അവനെ കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി എന്തു വേണമെങ്കിലും, എന്ത് നൽകാനും, എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഒരു സ്ത്രീ തയ്യാറാകും. അവസാനം ഇവള് സഹി കെട്ടാൽ, ഇവളിങ്ങനെ പിടിച്ച് തൂങ്ങുന്നു എന്ന് കണ്ടാൽ, ഇവളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ, അപ്പോൾ അവൻ പെട്രോൾ എടുക്കും, അവൻ തീപ്പെട്ടിയെടുക്കും, അവൻ കത്തിച്ചെന്ന് വരും. കാരണം ശല്യം. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യങ്ങൾ നമ്മുടെ പെൺമക്കൾക്ക് വരാതെ സൂക്ഷിക്കൽ രക്ഷിതാക്കളായ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ലിബറൽ ചിന്താഗതി വല്ലാതെ തലക്കടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കരുത്. ലിബറലിസം അപകടകരമാണ്. ലിബറലിസത്തിന്റെ ആളുകളായി പല മതേതരക്കാരും നമ്മുടെ പിന്നിലുണ്ട്, നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്, നമ്മുടെ കോളേജുകളിലുണ്ട്, നമ്മുടെ മക്കളുടെ പിന്നാലെയുണ്ട്, നമ്മുടെ നാടുകളിലെ പല ക്ലബ്ബുകളിലുമുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലുണ്ട്. ജാഗ്രത പുലർത്തിക്കോ. അതോടൊപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മതപൗരോഹിത്യത്തിന്റെ കണ്ടുകൂടാ, പിന്നെ അടുത്തുകൂടാ, പോയിക്കൂടാ, വന്നുകൂടാ, പറഞ്ഞുകൂടാ എന്നാ എല്ലാ ജാറത്തിലേക്കും പോകാം, എല്ലാ ദിക്ർ ഹൽക്കക്കും പോകാം, എല്ലാ മജ്ലിസിലും പോകാം, എല്ലാ ഉഴിച്ചിലിക്കും പോകാം. ഇങ്ങനെ പൗരോഹിത്യം ഒരു ഭാഗത്ത് സ്ത്രീകളെ പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ള പല സ്വാതന്ത്ര്യങ്ങളെയും അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയും നമ്മൾ ജാഗ്രതയോട് കൂടി കാണണം. ഇതിനെ രണ്ടിനെയും ഒരുപോലെ കണ്ടാൽ, രാവും പകലും വ്യത്യസ്തമായതുപോലെ ആണും പെണ്ണും വ്യത്യസ്തമാണെന്നും ആണിന് മഹത്വം കൂടുതലില്ല എന്നും പെണ്ണിന് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല എന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല സലാസ ബനാത്തിൻ 3 പെൺകുട്ടികളെ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ എന്നിട്ട് അവരെ പഠിപ്പിച്ചു, അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു, അവരെ കെട്ടിച്ചയച്ചു. അങ്ങനെ 3 പെൺകുട്ടികളെ പോറ്റാനും പഠിപ്പിക്കാനും കെട്ടിച്ചയക്കാനും ഒരു പുരുഷന്, ഒരു മാതാവിനോ പിതാവിനോ അല്ലാഹു തആല ഭാഗ്യം നൽകിയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരെ, അത്രമേൽ മഹത്വമാണ് പെണ്ണുങ്ങൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത്. പുരുഷൻ എന്ന പേരിൽ ഒരു അധ്യായം ഖുർആനിലില്ല, എന്നാൽ അന്നിസ, പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ആണും പെണ്ണും ഈക്വലായിരിക്കെ ചില വർണ്ണനകൾ, ചില മഹത്വങ്ങൾ, ചില പുകഴ്ത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്ലാം. അതുകൊണ്ട് പൗരോഹിത്യത്തിനും ലിബറലിസത്തിനും മധ്യേ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ മക്കളെ വളർത്തുക, നമ്മുടെ സഹോദരിമാർ അവിധം ഇടപെടലുകൾ നടത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ ശരിയാവണ്ണം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജുമുഅയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ജുമുഅ ഒരിക്കലും നഷ്ടപ്പെടാത്ത, പരലോകത്ത് പരിപൂർണമായി പ്രതിഫലം കിട്ടുന്ന ജുമുഅ ആക്കി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം നീ പൊറുക്കണേ റബ്ബേ, എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പല നിലക്കുള്ള ശാരീരികവും മാനസികവും കുടുംബപരവും ഒക്കെയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ പെങ്ങന്മാരെ, ഞങ്ങളുടെ പെൺമക്കളെ, ഞങ്ങളെ ഒക്കെ നിന്റെ ദീനിന്റെ കാവൽക്കാരാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.